Good morning, dear. Miss dictation. Oh, say good morning. Good morning, Miss. Morning, Miss. Good morning. Morning, Miss. All of you mark your attendance. Good morning, Miss. Good morning. ഞാൻ ഇപ്പോൾ ഇത്രയും നേരം പറയുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗുഡ് മോർണിംഗ് തുടങ്ങിയിട്ടൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഡിറ്റേഷൻ ഉണ്ട്. ഓക്കെ, ഓൾ ഓഫ് യു മാർക്ക് യുവർ അറ്റൻഡൻസ്. നെക്സ്റ്റ്, ടേക്ക് യുവർ നോട്ട്ബുക്ക്. ഏതാണ് നമ്മൾ ഡിറ്റേഷൻ പറഞ്ഞത്? ഫൽക്കനാം അല്ലേ? യെസ്, ഫൽക്കനാം. ഓക്കെ, then first falcanam arm, right? Arm. Arm. Finish, Miss. Next, lychee. Finish, Miss. Lychee. മിസ്സേ, Yes. ജസ്വലിന്റെ കൈ പൊള്ളിയിരിക്കുക മിസ്സേ, അതുകൊണ്ട് അത് എഴുതാൻ പറ്റുന്നില്ല. എന്താ ജസ്വല്, നിങ്ങൾ ആരോണും ജസ്വലും ഒരുങ്ങിയിരിക്കുവാണ് ഓരോന്ന് ഒപ്പിക്കാൻ വേണ്ടിട്ട്. കാണിച്ചേ, മിസ്സിനെ ഒന്ന് കാണിച്ചേ. ഈശ്വര, കാണട്ടെ എങ്ങനെയാ പൊള്ളിയത്. ലാമ്പ് എടുത്തു, ലാമ്പ്. അയ്യോ, ഈ ലാമ്പ് ഉണ്ടല്ലോ കുട്ടികളെ, ഞാൻ പറഞ്ഞുതരാം. മിസ്സിന് ഒരു ദിവസം അങ്ങനെ പറ്റി. നമ്മൾ ഈ ലാമ്പ് കത്തിച്ചിട്ട് പടക്കം പൊട്ടിക്കുന്ന സംഭവം അറിയില്ല? പടക്കം പൊട്ടിക്കുന്ന സമയത്ത് പടക്കത്തിന് തിരിക്ക് ലാമ്പും കൊണ്ട് ഇത് കൊടുക്കും. തീ കൊടുത്തിട്ട് ഈ ലൈറ്റർ മുറുക്ക പിടിക്കുക. ആ തീയും ഈ ലൈറ്ററും കൂടെ ഒന്നിച്ചാകുമ്പോൾ നമ്മുടെ കയ്യിൽ പൊട്ടിപ്പോകും അത് ലൈറ്റർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൈറ്റർ ഇപ്പൊ തീർന്ന ലൈറ്റർ വെയിലത്ത് കിടക്കുവാണെങ്കിൽ ഒരു സൗണ്ട് കേൾക്കാം. ടോ എന്ന് പറഞ്ഞ് പൊട്ടുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതുണ്ടോ? തീർന്നു പറഞ്ഞാൽ അതിൽ കുറച്ചുണ്ടാവുമായിരിക്കും അതിലെ ഗ്യാസ്. അതിങ്ങനെ പൊട്ടിത്തെറിക്കും ചൂട് കൊണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ലൈറ്റർ എടുക്കാൻ പാടില്ല. നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് എത്തിയതേ ഉള്ളൂ, 6 വയസ്സായതേ ഉള്ളൂ, നിങ്ങൾ ലൈറ്റർ ഉപയോഗിക്കരുത്. അതുപോലെ തീപ്പെട്ടി ഒന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല. ഗ്യാസിൻ്റെ അടുത്ത് ലൈറ്ററും കൊണ്ട് പോകാനും പാടില്ല. നിങ്ങൾ അമ്മമാരോട് പറയണത്, ലൈറ്റർ ഗ്യാസ് കത്തിച്ച പാടെ ലൈറ്റർ അവിടെ തന്നെ പിടിച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ വലിയ അപകടം അത്. ആ തീയുടെ അടുത്ത് തന്നെ ഗ്യാസ് വെച്ചാല്, ലൈറ്റർ വെച്ചാല് അതിലേക്ക് തീ പിടിക്കും. അപ്പോ ജസ്വലിന് എന്താ പറ്റിയതൊന്ന് പറഞ്ഞു ജസ്വല്. കാണിച്ചു കൊടുക്ക്, സാറ് വരുമല്ലെങ്കിൽ. നല്ലപോലെ പൊള്ളിയോ? കാണിച്ചു മിസ്സിനെ. കൈ ഇച്ചിരി പൊള്ളിയിട്ടുണ്ട്. വിരലിനാ? വലത് കൈ, വിരലിന്. എന്താണ് വിഷമിച്ചിരിക്കുന്ന? അടി കിട്ടിയോ? ഇല്ല, അടിയൊന്നും കിട്ടിയില്ല. അതിപ്പോ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞോണ്ടേ മടി. എന്തെങ്കിലും ഉണ്ടാവൂലേ? പൊള്ളലിന്റെ മരുന്നൊന്നും ഇല്ലേ? അത് വെച്ചു കൊടുക്ക്. ഇന്നലെയാണ്. ഇപ്പൊ വേദന കുറവുണ്ട്, പക്ഷെ ഇങ്ങനെ കൈ വിരളയിലായോണ്ടേ നല്ല വേദന. സെക്കൻഡ് ക്ലാസ്സിലെ റിസ്വാൻ ഏജി കഴിഞ്ഞ അത്രയേ ഉള്ളൂ, 2-3 മാസമേ ഉള്ളൂ. ഇതേ സംഭവം തന്നെ. അതെന്താണ്, ലൈറ്ററും കൊണ്ടുള്ള പ്രയോഗമായിരുന്നു. അവനെന്തോ പരീക്ഷണം ചെയ്തതാണ്. കൈ പൊള്ളി, കൈപ്പത്തി ഫുള്ള് പൊള്ളിയായിരുന്നു അവന്, നല്ല കൊമളിച്ചു വന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കണ്ട. ഇപ്പോൾ കുറച്ച് വലുതായിട്ട് നിങ്ങൾ എന്തെങ്കിലും പരീക്ഷണം ചെയ്തോ, അപ്പൊ നിങ്ങൾക്ക് സഹിക്കാനുള്ള ശക്തി ഉണ്ടാവുമല്ലോ. ഇപ്പൊ അമ്മമാര് തന്നെയല്ലേ മടിയിൽ വെച്ചോണ്ടിരിക്കണ്ടേ, കുഞ്ഞുതല്ലേ നിങ്ങള്. അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും എടുക്കാം. നിങ്ങൾക്ക് എടുക്കാനുള്ള എന്താണ്? കളിപ്പാട്ടങ്ങള്, പേന, പെൻസില്, ബുക്ക്, ഇതൊക്കെയാണ്
നിങ്ങളുടെ എന്താണ് ടൂൾസ്, അല്ലാതെ ബാക്കിയുള്ള തീപ്പെട്ടി ലൈറ്റർ അതൊന്നും കത്തി വാളൊന്നും നിങ്ങൾ എടുക്കണ്ട ഇപ്പൊ കേട്ടോ. ഓക്കെ, നോക്കിയേ എഴുതിയോ? ആം ലീച്ചി എഴുതി അല്ലേ. നെക്സ്റ്റ് അങ്കൂർ. Yes. അങ്കൂർ. വൃദ്ധലക്ഷ്മി കണക്റ്റിംഗ് കണ്ടു, റേഞ്ചിന്റെ ആണെന്ന് എഴുതിക്കോ. ടേക്ക് യുവർ നോട്ട്ബുക്ക്. ഫൽക്കന, അതായത് ഫല്ലിന്റെ പേരെഴുതുവാണ് ഫ്രൂട്ട്സിന്റെ. ആം ഫസ്റ്റ് ഫൽ, ആം, ലീച്ചി, അങ്കൂർ. മിസ് എഴുതി വെക്കാനല്ലേ? മിസ്സേ ഒരു അത്യാവശ്യം ലീവ് എടുക്കട്ടാ. കാശിനാഥ് എന്താ പറഞ്ഞ? ക്ലിയർ ആയില്ല. കാശിനാഥേ ക്ലിയർ അല്ലല്ലോ മോനെ, മോനെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുവാണല്ലോ. മെസ്സേജ് അയക്കെന്നാല്. കാശിനാഥ് എഴുതി. കേല. നെക്സ്റ്റ് ഡിക്റ്റേഷൻ ആണോ? കേല. മിസ് ഇത് ഡിക്റ്റേഷൻ ആണോ? യെസ്, ഡിക്റ്റേഷൻ ആണ്. ആം മിസ് കേല എഴുതി. ഓക്കെ, ഫസ്റ്റ് ഫൽക്കൻ നാം ആം, ലീച്ചി, अंगूर, केला, पपीता, पपीता, पपीता. मिस पपीता एഴുതി. ओके, नेक्स्ट सेब. सेब. मिस सेब एഴുതി. मिस फिनिश. नेक्स्ट जामुन. जामुन. Who is talking? Who is talking? Jamun. Next chiku. 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 Next sandara. Sandara. Okay. നെയ്ച്ചെല്ലിന് ഇപ്പോഴാ ക്ലാസ് കിട്ടി, ഒന്നുകൂടെ പറയാമോ? ഓക്കെ ഓക്കെ. അതിപ്പോൾ ഒന്ന് എല്ലാവരും നോക്കിക്കോ. ഫസ്റ്റ് നമ്മൾ ആം ക ഫൽ, അതായത് സോറി ആം ക ഫൽ എന്നല്ല, ഫൽ ക നാം എഴുതുവാണ്. ഞാൻ പറയുന്നത് ക്ലിയർ അല്ല. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? ക്ലിയർ ആവണമെങ്കിൽ ഓക്കെ ആണ്. അപ്പം നൈജലിൻ്റെ റേഞ്ച് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് ഫൽക്കൻ നാം പറയുന്ന ആം, ആം. രണ്ടാമതായിട്ട് ലീച്ചി. എഴുതിയ കറക്റ്റ് ആണോ നോക്കിക്കോ ബാക്കിയുള്ളവര്. ആം, ലീച്ചി, അങ്കൂർ,
केला, केला, पपीता, सेब, जामुन, चीकू, संतरा। ഓക്കെ, ക്ലോസ് യുവർ നോട്ട്ബുക്ക്. നിങ്ങളത് ചെക്ക് ചെയ്യണം കേട്ടോ. ക്ലാസ്സിൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് ചെക്ക് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചിട്ട് ശരിയാണോ എഴുതിയത് നോക്കുക. എക്സാമിന് എന്തായാലും ഫൽക്ക നാം ചോദിക്കും. ഒരു 2 ഫലിൻ്റെ പേരെഴുതാൻ ചോദിക്കും. നെക്സ്റ്റ് ഇനി എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്? യഹ് പി ജാനേ. എന്താണ് ഇത്? കൂടി ഒന്ന് പഠിക്കാനാണ് പറയുന്നത്. നോക്കിയോ, പേജ് നമ്പർ 71. खिल खिलाते फूल കഴിഞ്ഞ ദിവസം നോക്കിയതാണ് അല്ലേ? കമൽ, ലോട്ടസ്, ഗുലാബ്. ഫസ്റ്റ് നമ്മൾ ഫൂലോം കാ നാം പഠിക്കാം. കമൽ, ഗുലാബ്, गेंदा, सूरजमुखी, गुड़हल, चमेली, ट्यूलिप, गुलमोहर. കഴിഞ്ഞ ദിവസം എല്ലാവരും വായിച്ചു തന്നെയല്ലേ? കുറെ പേര് വായിച്ചിട്ടുണ്ടല്ലേ? അതെ. അപ്പോൾ ഫൂലോം കാ നാമാണിത്. പൂക്കളുടെ പേരാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കുറച്ച് പൂക്കളുടെ പേര്. ഫൂലോം കാ നാം, പൂക്കളുടെ പേര്. ഇപ്പോൾ ഇത് നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്തോ? എഴുതിയെടുക്കുമ്പോൾ എങ്ങനെ എഴുതേണ്ടത്? ഫൂലോം കാ നാം എന്ന് പറഞ്ഞിട്ട് എഴുതിയോ? നോട്ട് ബുക്കിലേക്ക് എഴുതിയോ? ഇല്ല. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഫൂലോം കാ നാം എന്ന് എഴുതിയിട്ട് ഞാനത് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം അല്ലേ? അതായിരിക്കും നല്ലത്. ഓക്കെ, അങ്ങനെ ചെയ്യാം. വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. എന്നിട്ട് അത് നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതാം. ഫൂലോം കാ നാം എന്ന് പറഞ്ഞിട്ട് കമൽ, ഗുലാബ്, ഗേന്ദ, സൂരജ്മുഖി, ഗുരുഹൽ, ചമേലി, ട്യൂലിപ്പ്, ഗുൽമോഹർ. ഇത് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, ഇന്ന് പഠിക്കാൻ പോകുന്നത് സബ്ജിയോം കാ ഹരാ ഹരാ സംസാർ. സബ്ജി എന്താണ്? സബ്ജി എന്ന് പറഞ്ഞാല് ആരോമൽ, സബ്ജി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവനാ കഴിഞ്ഞിട്ട് എങ്ങനെ എഴുതുന്നത്? ഞാൻ ടീച്ചറിനോട് പറഞ്ഞു. വെജിറ്റബിൾ ആണ്. സബ്ജിയോം എന്ന് പറഞ്ഞ വെജിറ്റബിൾസ്. സബ്ജിയോം കാ ഹരാ ഭര. ഹര എന്ന് പറഞ്ഞ എന്താണ്? ഹര, ഷഹൻ. വിച്ച് കളർ? ഹര, പച്ച. പച്ച, ഗ്രീൻ കളർ ആണല്ലേ? ഹര ഭര സംസാർ. എന്താണ്? സംസാർ എന്ന് പറഞ്ഞ വേൾഡ് എന്നാണ് കേട്ടോ. അപ്പൊ പച്ചക്കറികളുടെ ലോകം എന്നാ പറയുന്നത്. എന്താണ്? നല്ല പച്ച കളറുള്ള പച്ചക്കറികളുടെ ലോകം അല്ലേ? പച്ചക്കറികള് നല്ല പച്ചയായിട്ടല്ലേ നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് നോക്കിയോ? टमाटर, आलू, भिंडी, बैंगन, मटर, फूल गोभी, गाजर, पालक. എവിടെയാണ് ഭയങ്കര സൗണ്ട് കേൾക്കുന്നു? ഓക്കെ, ലിസൺ. സബ്ജിയോം കാ ഖരാ ഭരാ സംസാർ. ഇവിടെ കുറച്ച് സബ്ജിയുടെ പേരാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്.
ടമാട്ടർ. എന്താണ് ടമാട്ടർ എന്ന് പറഞ്ഞാല്? നമ്മൾ ഫസ്റ്റ് UKG പഠിക്കുന്നല്ലേ, ടാസേ ടമാട്ടർ അല്ലേ? ടമാട്ടർ മീൻസ് ടൊമാറ്റോ. ആലു, ആസേ ആലു. ഓർക്കുന്നുണ്ടോ പഠിച്ചത്? ആലു മീൻസ് പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. ഭിണ്ടി. എന്താണ് ഭിണ്ടി? നമ്മൾ ആദ്യമായിട്ട് കേൾക്കും അല്ലേ? ഭിണ്ടി എന്ന് പറഞ്ഞാൽ ലേഡീസ് ഫിംഗർ. ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയില്ലേ? വെണ്ടയ്ക്ക. അതിനാണ് നമ്മൾ ഭിണ്ടി എന്നാ പറയാ, ഹിന്ദിയിൽ ഭിണ്ടി. ഞാൻ വായിപ്പിക്കും എല്ലാവരെ കൊണ്ടും. നെക്സ്റ്റ് ബേങ്കൻ. आलू का चालू बेटा कहाँ गए थे, बैंगन की टोकरी में सो रहे थे. എന്താ ബേങ്കൻ? ബ്രിഞ്ചാളാണല്ലേ? വഴുതനങ്ങ, അതിനാണ്. മട്ടർ. മട്ടർ പീസ്, പയറ്. ഫുൽഗോബി. ഫുൽഗോബി എല്ലാവർക്കും അറിയുന്നല്ലോ അല്ലേ? ഗോബി മഞ്ചൂരി ഒക്കെ കഴിക്കുന്നതാണ് എപ്പോഴും. ഫുൽഗോബി എന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ ആണ്. ഗാജർ. ഗാജർ ക്യാരറ്റ്. പാലക്. പാലക് എന്ന് പറഞ്ഞാൽ സ്പിനാച്ച്. പച്ചച്ചീരയില്ലേ, ചീരയ്ക്കാണ് നമ്മൾ പാലക് എന്ന് പറയാം, പാലക്. വേറെ ഏത് സബ്ജിയാ നിങ്ങൾക്ക് അറിയുന്നത്? ഞാൻ നിങ്ങളെ മ്യൂട്ടാക്കിയിട്ടില്ല. സബ്ജിയുടെ പേരറിയോ? വേറെ വെജിറ്റബിൾസിന്റെ പേരറിയോ നിങ്ങൾക്ക്? ഏതാ? ഗാത്രിക്ക് അറിയോ? പ്ലീസ് അൺമ്യൂട്ട്. ആലു നമ്മളിവിടെ ഉണ്ട്. വെജിറ്റബിൾസിന്റെ പേര് വേറെ ഏതൊക്കെയാ? എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടല്ലേ? കുറേ ഉണ്ട്. കാബേജ് ഇല്ലേ? കാബേജ് ഉണ്ട്. പിന്നെയോ ഒനിയൻ. പിന്നെയോ ഇപ്പൊ വെജിറ്റബിളിന്റെ പേരൊന്നും അറിയുന്നില്ല അല്ലേ? മറന്നുപോയാ? ആദിനാഥ്. ഓക്കെ. മിർച്ചി. എന്താണ് മിർച്ചി എന്ന് പറഞ്ഞാല്? എന്താ മിർച്ചി? അതുകൊണ്ട് പറഞ്ഞു കൊടുക്ക ആദിനാഥ്. മുളകാണ്, ചില്ലി അല്ലേ? അതെ. ഓക്കെ, ഇതേ ഉള്ളൂ നമ്മളിപ്പോൾ ഇന്ന് പഠിക്കുന്നത് സബ്ജിയുടെ പേരാണ്. അപ്പോൾ ഒന്നെല്ലാം വായിച്ചു കേൾപ്പിച്ചേ. ഹസൻ, ഫസ്റ്റ് ചാൻസ് ഈസ് ഹസൻ. सब्जियों का नाम. टमाटर, आलू, भिंडी, बैंगन. ബേങ്കൻ എന്ന് വായിക്കാം, അല്ലെങ്കിൽ ബൈങ്കൻ എന്നും വായിക്കാം. ബൈ എന്നല്ലേ അവിടെ കൊടുത്തിരിക്കുന്നത്. എയും ഐയും ആ ചിഹ്നത്തിന് എ ഐ എന്നും രണ്ടും പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ബേങ്കൻ എന്ന് വായിക്കാം, ബൈങ്കൻ എന്നും വായിക്കാം. ബേങ്കൻ, ബ്രിഞ്ചാൾ, മട്ടർ, फूलगोभी, फूलगोभी, गाजर, പാലക്. പാലക്. പാലക് എന്ന് പറഞ്ഞാൽ സ്പിനാച്ച്. സാദ്. വീഡിയോ ഓഫ് ചെയ്യാതെ അൺമ്യൂട്ട് ചെയ്യേ. സാദ്, റീഡ് ഫാസ്റ്റ്. എന്താണ്? എവിടെ എത്തി നോക്കുന്നേ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? then read. टमाटर,
आलू ആലു. അതെങ്ങനെയാ നിങ്ങൾ വായിക്കുന്നത്? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഹായ് എഴുതിയിട്ട് ഈക്കി മാത്രം കൊടുത്തിട്ടുണ്ട്, അതിന്റെ മുകളിൽ ഡോട്ട് ഉണ്ട്. അപ്പൊ എന്താ വായിക്കുന്നേ? ആ എഴുതി മുകളിൽ ഡോട്ട് കൊടുക്കുമ്പോൾ അമ്ന്നാണ് വായിക്കുക അല്ലേ? മുകളിൽ ഡോട്ട് ഉള്ളത് അംകി മാത്രയാണ്. അപ്പൊ ഫി എഴുതിയിട്ട് മുകളിൽ ഡോട്ട് കൊടുക്കുമ്പോൾ ഫിം അല്ലേ? ഭിണ്ടി, ഭിണ്ടി എന്ന് പറഞ്ഞാൽ മതി. ഭിണ്ടി എന്ന് പറയുമ്പോൾ ആ അംകി മാത്രയുടെ പ്രൊനൗൺസ് ഇവിടെ വന്നു. ഭിണ്ടി. ആ നെക്സ്റ്റ് बैंगन मटर फूल गोभी गाजर पालक. ഓക്കെ. എന്താ ഒരു വിഷമോ സാധന്? പറഞ്ഞു തരാൻ അമ്മ ഇല്ലാണ്ടായിരിക്കും. അമ്മ ഇല്ല അടുത്ത്? എന്നിട്ട് എന്തേ ഒരു വിഷമം പോലെ? ഇപ്പൊ ഞാനിവിടെ വായിപ്പിക്കുമ്പോ പേരൻസ് ഹെൽപ്പ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞു കൊടുത്തോളും. അവർ തന്നെ വായിക്കാൻ പ്രാക്ടീസ് ആവട്ടെ. കാശിനാഥ്. ഹലോ കാർത്തുമ്പി, കണ്ടിട്ട് കുറേ ആയി. അല്ലെങ്കിൽ സ്കൂൾ ബസ് വരുമ്പോ അവിടെ റെഡി ആയിട്ടുണ്ടാവും. ഹായ്. എവിടെ കാർത്തുമ്പി? ആ നെക്സ്റ്റ് പേജിലാ അവള്. ഇവിടെ ഉണ്ട്. എന്തുണ്ട് വിശേഷമൊക്കെ? എന്താണ്? കാശിനാഥ് എന്താണ്? ഗുഡ് മോർണിംഗ് പറഞ്ഞതല്ലേ? ഓക്കെ. കാശിനാഥ് വായിക്ക്. आलू भिंडी बैंगन मटर फूल गोभी गाजर पालक. ओके, वेरी गुड. नेक्स्ट अवेद्या. टमाटर आलू भिंडी बैंगन मटर फूलगोभी गाजर പൽക്കല്ല. എങ്ങനെയാ വായിക്കുന്നത്? ആദ്യത്തെ അക്ഷരം എന്താണ്? പാലക്ക് അല്ലേ? പാലക്ക് അങ്ങനെയാ വായിക്കേണ്ടത് കേട്ടോ. പാലക്ക്. ഓക്കെ, വെരി ഗുഡ്. ഭവിക. നമ്മുടെ ടൈം കാണിക്കുന്നു. आलू भिंडी बैंगन मटर मटर नाട്ടോ. मटर फूलगोभी गाजर गाजर पालक. ओके, वेरी गुड. നെക്സ്റ്റ് നസീം. കുറച്ച് പേരെ കൊണ്ട് വായിപ്പിക്കാൻ സമയം കിട്ടുള്ളൂ, അപ്പോഴേക്കും നമ്മുടെ ടൈം തീർന്നു. टमाटर आलू भिंडी बैंगन मटर
ഫല്ലല്ലോ. ഫയുടെ താഴെ ഒരു ചിഹ്നം ഉണ്ടല്ലോ, മാത്രമേ ഉണ്ടല്ലോ. ഫൂൽ എന്നല്ലേ? ഫൂൽ ഗോപി. നോക്കി വായിക്ക്, അക്ഷരങ്ങളും ചിഹ്നങ്ങളും കൂട്ടി വായിക്ക്. ഗാജർ, പാലക്ക്. നസീമിന് റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്നല്ലോ. നസീം ഒന്ന് ഉഷാറാവണം കേട്ടോ ക്ലാസ്സില്. കുറച്ച് മടിയായിപ്പോ അവന്. അമ്ന ഫാത്തിമ, ടമാട്ടർ. അൺമ്യൂട്ടായി. അല്ല, അൺമ്യൂട്ട് ആയില്ല, മ്യൂട്ടായി നിങ്ങള്. ആലു, യെസ്. ഭിണ്ടി, ബൈങ്ങനി. ബൈങ്കൻ. ബൈങ്കനി എന്ന് പറയുമ്പോ കളേഴ്സിന്റെ പേരാ വരിക. പർപ്പിൾ കളറിനെ നമ്മള് ബൈങ്കനി എന്ന് പറയാം. ബൈങ്കൻ, ബ്രിഞ്ചാൾ. മട്ടർ, മടർ. ഫുൽഗോബി. ഫുൽ എന്നാണോ അത്? നോക്കിയേ. നീട്ടി വായിക്കേ, മാത്രം നീട്ടമുള്ളതാണ്. ഫൂൽ ഗോപി. ഫുൽഗോബി. ഫൂൽഗോപി. ഗാജർ. ഗാജർ. പാലക്ക്. പാലക്ക്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ നോട്ട് ബുക്കിലൊക്കെ എടുത്ത് എഴുതിക്കോ. ഇത് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഫൂൽ കാ നാം ഇല്ലേ, ഫൂൽ എന്ന് എഴുതുക. ഫൂൽ എന്ന് എഴുതുക. എന്നിട്ട് എവിടെയാ? പേജ് നമ്പർ 71 ഫൂൽ കാ നാം അല്ലെങ്കിൽ ഖിൽ ഖിലാത്തെ ഫൂൽ, അത് തന്നെ എഴുതിക്കോ. എന്നിട്ട് സെൻഡ് ചെയ്യുക. വാട്സപ്പിൽ മിസ്സിന് സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. അതിൻ്റെ ഹെഡിങ് എന്താ എഴുതേണ്ടതെന്ന് അന്നപ്പോൾ ഞാനത് എഴുതിത്തരാം. അപ്പോൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഫുൽ കാ നാം എഴുതണം. എന്താണ്? കമൽ, ഗുലാബ്, ഗേന്ദ, സൂരജ്മുഖി, അങ്ങനെ തന്നെ ഓരോ ഫുൽ കാ നാമും നോട്ട് ബുക്കിലേക്ക് താഴെയായിട്ട് എഴുതിയെടുക്കുക. ഹോംവർക്ക് ചെയ്താൽ മാത്രം പോരാ, അത് സെൻഡ് ചെയ്യുക കൂടെ വേണം. ഓക്കെ. അപ്പോൾ സബ്ജിയം കാ ഹരാ ഭരാ സംസാർ. അപ്പോൾ സബ്ജിയം കാ നാം അത് നെക്സ്റ്റ് പേജിലായിട്ട് എഴുതണം. ഇപ്പോൾ ഓരോ ദിവസമായിട്ട് ഡിറ്റേഷൻ ഇടാം. ഇപ്പോൾ നമുക്ക് പാർട്സ് ഓഫ് ബോഡി അല്ല ഇപ്പോൾ പാർട്സ് ഓഫ് ബോഡി സെക്കൻഡ് ക്ലാസ്സിലാണ്. ഫൽ കാ നാം കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഫൂൽ കാ നാം ആണ് ഡിറ്റേഷൻ ഉണ്ടാവുക. ഏതൊക്കെ വേർഡ്സാണ് ഉണ്ടാവുക നോക്കിയോ? കമൽ, ഗുലാബ്, ഗേന്ദ, സൂരജ്മുഖി. ഓൺലി 4 വേർഡ്സ്. 4 ഫൂൽ കാ നാം, 4. അപ്പോൾ അവിടെ ടിക്കറ്റ് വെച്ചോ. കമൽ, ഗുലാബ്, ഗേന്ദ, സൂരജ്മുഖി. അത് 4 എണ്ണം നിങ്ങൾ എഴുതി പഠിക്കണം നെക്സ്റ്റ് ഡേ ക്ലാസ്സിലോട്ട് വരുമ്പോൾ. നെക്സ്റ്റ് തേഴ്സ്ഡേ അല്ലേ വരുന്നത്, അന്ന് ഡിറ്റേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. 4 എണ്ണം എഴുതി പഠിക്കുക. പറഞ്ഞുകൊണ്ട് എഴുതുക. കമൽ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? കമലിന് എങ്ങനെ എഴുതുക? ഓരോ അക്ഷരവും എടുക്കണം അല്ലേ? വാ തുറന്ന് പറഞ്ഞിട്ട് എഴുതണം. എങ്ങനെയാണ്? കാ, മാ, ലായാണല്ലേ. അപ്പം നമ്മൾ വേർഡ്സ് വരുമ്പോൾ ലാസ്റ്റ് ഇത് ചില്ലക്ഷരമായിട്ട് വരും. അപ്പോൾ ഇരുന്നുള്ളതിന് നമ്മൾ ലായാണ് എഴുതുന്നത്. കമൽ. അതുപോലെ ഗുലാബിന് എങ്ങനെ നമ്മൾ എഴുതി പഠിക്കും? ഫസ്റ്റ് ഗുലാബ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഗു ആണ് അല്ലേ? പഹല അക്ഷർ ഗു ആണ്. അപ്പം ഗു എങ്ങനെ ഗു എഴുതും?
ഗാ എഴുതി അതിന്റെ നീച്ചെ അല്ലേ, നീച്ചെ പറഞ്ഞ താഴെ, താഴെ ഊക്കി മാത്ര കൊടുക്കണം. ഗുലാബ്. അതുപോലെ തന്നെ ഗേന്ദ. ഹൗ ക്യാൻ റൈറ്റ് ഗേന്ദ? ഫസ്റ്റ് റൈറ്റ് ഫസ്റ്റ് ലെറ്റർ ഗ, ഏക്കി മാത്ര. നെക്സ്റ്റ് ദ, ഗേന്ദ. പക്ഷേ അവിടെ ഗേന്ദ അംകി മാത്രേ ഉണ്ടല്ലേ, അതെവിടെ ചേർക്കും? എവിടെ ചേർക്കും? ഗേ എഴുതിയതിന്റെ റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ അല്ലേ, ഊപ്പറിലാണ് നമ്മൾ അംകി മാത്രം ചേർക്കേണ്ടത്. ഗേന്ദ. അങ്ങനെയാണ് വാക്കുകൾ എഴുതുക. അപ്പോൾ ഈ 4 വേർഡ്സും കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് പഠിച്ചിട്ട് വരിക. ഓക്കെ. വേറെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ. ഇനിയിപ്പോ വായിക്കാൻ സമയമുണ്ടോ? ഗൗരിനെന്താ? टमाटर आलू भिंडी बैंगन मटर फूलगोभी, गाजर, पालक. ओके. डियोना, वेरी गुड. डियोना? टमाटर पालक आलू भिंडी बैंगन मटर फूलगोभी गाजर പാലക്. വെരി ഗുഡ്. ഏഞ്ചൽ എന്താണ് വായിക്കാനാണോ? 1 minute only. Read fast. टमाटर आलू भिंडी बैंगन मटर फूलगोभी गाजर पालक. ओके. वेरी गुड. शामिल? ഷാമിൽ വായിക്കുന്നവരുടെ ക്ലാസ് കട്ടാവും. വേഗം റീഡ് ഫാസ്റ്റ്. टमाटर टमाटर आलू